ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് എറർ ഗെയിമിംഗ്. അപ്പോൾ നമുക്കിന്നൊരു സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിലോട്ടാണ്, തിരുവനന്തപുരം മ്യൂസിയത്തിലോട്ടാണ് നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ള വണ്ടി തന്നെ പയാങ്കടിയുടെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സെഡസ്ത്രയാണ്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയ ജസ്റ്റ് ഒരു സ്റ്റഡി ടൂറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പയാങ്കടിയുടെ ബസ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് ഓട്ടത്തിനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു സ്റ്റഡി ടൂറാണ്. ഓക്കെ, മ്യൂസിയത്തിലോട്ട് എന്തോ ഒരു സ്റ്റഡി ടൂറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നേരെ എന്തായാലും നമുക്ക് സ്കൂളിലോട്ട് പോകാം. അപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഈ സ്കൂള്. എന്തായാലും നേരെ നമ്മൾ അങ്ങോട്ട് പോകണം. അതിന് മുന്നേ തന്നെ നമ്മുടെ സെറ്റ് ഡൗണിൻ്റെ വീഡിയോ നാളെ തന്നെ അപ്ലോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഉടനെ തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമ്മൾ ചെറുക്കനെ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ മറ്റന്നാളെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം മസ്റ്റായിട്ട് എല്ലാവരും കാണണം. അപ്പം എന്തായാലും നമ്മൾ നേരെ ഇങ്ങനെ സ്കൂളിലോട്ടാണ്, അവിടെ എത്തിയിടണം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ വൈസ് നമുക്ക് ഇങ്ങോട്ട് വണ്ടി കയറ്റണം. ഓക്കെ നമുക്ക് പെതുക്കെ വണ്ടി ഇങ്ങോട്ട് കയറ്റാവേ. മിസ് എങ്ങും ഒരയാതെ നമുക്ക് പെതുക്കാണ് കയറ്റാണ്. നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ അവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പം എന്തായാലും നേരെ നമുക്ക് പിള്ളേരെ കയറ്റണം. ഓക്കെ, 2 ടീച്ചർമാരാണ് ഇന്ന് വരുന്നത്. ഓക്കെ, അല്ല രണ്ട് സാറുമാരും ടീച്ചർമാരുണ്ട്. സാറുമാരൊക്കെ അങ്ങ് പോയി നിൽക്കുമായിരുന്നു, ഞാൻ കണ്ടില്ല. അപ്പോൾ 2 സാറുമാർ 2 ടീച്ചർമാരാണ് വരുന്നത്. പിള്ളേരൊരു 10-20 പിള്ളേരൊക്കെയാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കറക്റ്റ് എണ്ണവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം കുറച്ച് പിള്ളേർ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. 3-4 പിള്ളേർ ഇനിയും വരാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേക്കുമായിരുന്നു ഇവർ. അതാണ് നമ്മൾ ബസ് വരാനായിട്ട് താമസിച്ചത്. അപ്പം എന്തായാലും നമ്മൾ നേരെ തിരുവനന്തപുരത്തോട്ട് വെച്ച് പിടിക്കുകയാണ്. ഒക്കെ തിരുവനന്തപുരത്തുള്ള മ്യൂസിയത്തിലൂടെ നമ്മൾ വെച്ച് പിടിക്കുകയാണ്. ഇനി എന്തായാലും നേരെ പക്ഷെ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി പോകണം. ഓക്കെ, ഇവിടുന്ന് നമുക്ക് അപ്പുറത്തെ റോഡിൽ നേരെ ചെന്ന് കയറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോയി നമ്മൾ കറങ്ങിയിട്ട് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം എന്തായാലും നമ്മൾ സ്കൂളിൽ നിന്ന് ബസ്സും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് ബസ്സിൻ്റെ അകത്ത് കയറിയപ്പോൾ പിള്ളേരെയൊക്കെ നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ നേരെ തിരുവനന്തപുരത്തോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നല്ല ട്രാഫിക് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, സിഗ്നൽ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളൊരു മ്യൂസിയത്തിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട്. ഗൈസ് നമ്മൾ വരുന്ന വഴിക്ക് പിള്ളേർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടാണ് വന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഗൈസ് നമ്മൾ ഇപ്പം തന്നെ 2-3 കിലോമീറ്ററോടെ ഉള്ള ഗൈസ് നമ്മളൊരു മ്യൂസിയത്തിലോട്ട്. അതിന് മുന്നേ തന്നെ എല്ലാവരും ഇപ്പം തന്നെ ലൈക്കും സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് വെച്ചേക്കുക. അപ്പം ആരും നമ്മളെ ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ വീഡിയോസും ഒന്നും ആരും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ മാക്സിമം സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി 600 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ വെറും കുറച്ചൊരു 11-12 സബ്സ്ക്രൈബേഴ്സൂടെ മതി. അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മളെ 600 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ ആ ഒരു വഴി അകത്തോട്ട് കയറിയിട്ടുണ്ട്. ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈഡിൽ കാണുന്നതാണെങ്കിൽ മ്യൂസിയം കാര്യങ്ങളൊക്കെ നമുക്ക് പിള്ളേരാണ്ട് ഇവിടെ ഇറക്കാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടോട്ട് വണ്ടി നിർത്തിയിട്ട് ഓരോരുത്തരായിട്ട് നമുക്ക് വണ്ടി നിറക്കാം. ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വണ്ടിയാണെങ്കിൽ എന്തോ പ്രത്യേക ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പിള്ളേരെല്ലാം ഇറങ്ങിയിട്ട് വണ്ടിക്കകത്ത് കയറിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പിള്ളേരും സാറുമാരും എല്ലാം നമ്മുടെ വണ്ടിക്കകത്ത് കയറി നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഒരു പെട്രോൾ പമ്പ് എല്ലാം ഉണ്ടെങ്കിൽ അവിടെ നിർത്തി കൊടുക്കാൻ സാറുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആകപ്പാടെ നിർത്തിയത് ആ ഒരു ഹോട്ടലിലാണ്. അപ്പോൾ അതിപ്പോൾ കുറേ നേരമായി. അപ്പം എന്തായാലും ജസ്റ്റ് പിള്ളേർക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്കാണ്. അപ്പോൾ പിള്ളേർക്ക് ജസ്റ്റ് ഫ്രഷ് ആവാൻ വേണ്ടി നമുക്ക് അവിടെ നിർത്തി കൊടുക്കണം. ഇവിടുന്ന് നമ്മൾ ബസ്സും കാര്യങ്ങളും എടുത്തിട്ട് നേരെ പോവുകയാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മ്യൂസിയത്തിൽ വരുന്നത്. ഓക്കെ, നമ്മൾ തിരുവനന്തപുരത്ത് ഒരുപാട് ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു മ്യൂസിയത്തിലോട്ട് എനിക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ജസ്റ്റ് ഒരു പാക്കേജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ ഇന്ന് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. കാരണം കുറേ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പം ഇന്നെന്തായാലും ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇനി നേരെ ആ ഒരു പെട്രോൾ പമ്പിലോട്ടും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ഓക്കെ,
അപ്പോൾ ഗൈസ് ആണ്ടേസ് നമ്മൾ ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടോട്ട് എന്തായാലും ആണ്ടേസ് ആര് കാണുന്നതാണെങ്കിൽ നമ്മുടെ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടോട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് കയറ്റി നമുക്ക് ആണ്ടേസ് ഇവിടോട്ട് ഒന്ന് പാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ആണ്ടേസ് ഇവിടോട്ട് നമ്മുടെ വണ്ടി ബസ്സും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഗൈസ് നമുക്ക് ഡോറും കാര്യങ്ങളെല്ലാം തുറന്നു കൊടുക്കാം. ഗൈസ് അവർ ഓരോരുത്തരായിട്ട് ഇറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ്ട് അവർ ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അവരെല്ലാം വന്ന് തിരിച്ച് കയറിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബസ്സിനകത്ത്. ഇപ്പോൾ ഗൈസ് ആണ്ട് അവരെല്ലാം തിരിച്ച് ബസ്സിനകത്തും കാര്യങ്ങളൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനല്ലേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കുക. നമ്മുടെ കൂടെ വന്ന വേറൊരു ഡ്രൈവർ ചേട്ടനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ബസ്സും കാര്യങ്ങളൊക്കെ ഓടിക്കുക. കാരണം നമ്മൾ ഇന്നലെ നമ്മുടെ ആ ഒരു ബ്യൂട്ടിയുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നിട്ട് നേരെ ഈ ഒരു ബസ്സിലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. പൈസ എനിക്ക് ഉറങ്ങാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചേട്ടൻ കയ്യിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ചേട്ടനാണ് ഇതിൻ്റെ ഡ്രൈവർ. പിന്നെ നമ്മളെ എക്സ്ട്രാ അല്ലാതെ വിളിച്ചെന്നേ ഉള്ളൂ. അപ്പം എന്തായാലും നമ്മൾ നേരെ ഇനി സ്കൂളിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഞാൻ കടന്നൊന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണെങ്കിൽ സ്കൂളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോഴത്തേക്കും സ്കൂളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതൊക്കെ മുട്ടാതെ തട്ടാതൊക്കെ വണ്ടീൻ്റെ അകത്തോട്ട് കയറ്റുന്നുണ്ട്. പതുക്കെ ഇവിടെ കയറ്റണം. കാരണം ഇവിടെ വലിയ സ്പേസില്ല. നമ്മൾ പതുക്കെ നോക്കിയെടുത്താലേ ബസ്സും കാര്യങ്ങളൊക്കെ അകത്തോട്ട് കയറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിൽ ബൈ ബൈ.